ഹലോ ഫ്രണ്ട്സ്, ചെമ്മനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ രേവതി ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ദേഷ്യത്തോടെ കുടിക്കാതെ കിടക്കുകയാണ് കേട്ടോ. സച്ചി ഏട്ടാ ഇത് കുടിച്ചിട്ട് കിടക്കുന്നേ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി പറയും, ഒരു പെണ്ണിനെ അവളുടെ ഭർത്താവിൽ നിന്ന് സ്നേഹം, നല്ല വാക്ക് ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലാതെ സ്വർണ്ണവും ഡയമണ്ടും ഒന്നും അല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി പറയും, അപ്പോൾ ഡയമണ്ട് മോതിരം കിട്ടിയിട്ടല്ല വർഷം അങ്ങോട്ട് വന്നത്, ശ്രീകാന്തിന് വർഷയോടും വർഷയ്ക്ക് ശ്രീകാന്തിനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ടാണെന്ന് അല്ലേ രേവതി എന്ന് പറയുമ്പോൾ അതെ എന്ന് പറയണേ. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സച്ചേട്ടാ ഈ പാലങ്ങ് കുടിക്കുന്നേ എന്ന് പറയുമ്പോൾ വീണ്ടും എണീക്കും. എന്നിട്ട് പറയും, നീയും കുടിച്ചോ, നീയും രാവിലെ മുതൽ ജോലി ചെയ്യുന്നതല്ലേ, നീയും കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് രേവതിയും കുടിപ്പിക്കാൻ കേട്ടോ. ഇതൊക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആ കോണിപ്പടിയിൽ നിന്ന് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പറയും, കുടിച്ചോ കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങുമ്പോഴേക്കും നിന്റെ ഫോൺ ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഇവരൊക്കെ പാല് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, രേവതി എനിക്ക് ഉറക്കം വരുന്നില്ല, നീ ഒരു പാട്ട് പാടുന്നു. അപ്പൊ രേവതി ചോദിക്കും, അതെ സച്ചിയേട്ടാ ഏത് പാട്ട് വേണം, ഭക്തിഗാനം മതിയോ എന്ന് ചോദിക്കുമ്പോൾ, എന്തിനാ രേവതി രാത്രി ദൈവങ്ങളെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ, നീ നിനക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോ എന്ന് പറയുമ്പോൾ പാതിരവായി നേരം എന്നുള്ള പാട്ടാട്ടോ പാടുന്നത്. അതൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോഴായിരിക്കും ശ്രുതി ഒരു കയ്യിൽ മുല്ലപ്പൂവൊക്കെ ചുറ്റിയിട്ട് വരുന്നത്. അത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ശ്രുതിയെ കാണുകയും, ഇവിടെ നിൽക്കാണോടി കൊച്ചു ഗള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് താഴോട്ട് വരും. എന്നിട്ട് നമ്മുടെ ശ്രുതിയോട് ചോദിക്കും, ശ്രുതി നീ എന്താ ഇവിടെ നിൽക്കുന്നേ? അതെ ഞാൻ ഇവരുടെ പാട്ട് കേട്ടിട്ട് നിന്നതാന്ന് പറയുമ്പോ, ഇവരുടെ കാളരാഗം നീ എന്തിനാ കേൾക്കുന്നേ, ഞാൻ നിനക്ക് നല്ല പാട്ട് പാടി തരത്തില്ലേ, എന്റെ കൂടെ വാ എന്ന് പറയുമ്പോ, വേണ്ട ഞാൻ ഇവരുടെ കാളരാഗം കേട്ടോളാം എന്ന് പറയട്ടോ നമ്മുടെ ശ്രുതി. അയ്യോ ശ്രുതി എനിക്ക് പാട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ എടുത്തോണ്ടാണ് കേട്ടോ ശ്രുതി പോകുന്നത്. അപ്പൊ എന്നെ വിട് ശ്രുതി, എന്താ നീ കാണിക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും റൂമിൽ കൊണ്ടുപോയി ആ കട്ടിലേക്ക് അങ്ങ് ഇടാണ് കേട്ടോ. എന്തിനാ നീ എന്നെ എടുത്തോണ്ട് വന്നേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആ മുല്ലപ്പൂ ഇങ്ങനെ ചുറ്റിയെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അത് മണക്കും കൂടെ ചെയ്യാണ് കേട്ടോ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുക. അപ്പൊ നമ്മുടെ ശ്രുതി ഒരു ഗ്ലാസ് പാലെടുത്ത് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, കാര്യങ്ങൾ നിനക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചെന്നിരിക്കും കേട്ടോ. എന്നിട്ട് പറയും, എനിക്ക് പെട്ടെന്നാണ് അച്ചമ്മ തന്ന ആ ഓഫറിന്റെ കാര്യം ഓർമ്മ വന്നത്. ആദ്യം കുഞ്ഞുണ്ടാവുന്നവർക്ക് സ്വത്ത് കൊടുക്കുന്നുള്ള കാര്യം. അപ്പൊ ഞാൻ നേരത്തെ ഒന്ന് പ്രിപ്പയർ ആയതാ എന്ന് പറയുമ്പോ നമ്മുടെ ശ്രുതി ചോദിക്കും, ശ്രുതിക്ക് ഉറങ്ങാനായിട്ടില്ലേ എന്ന്. ഞാൻ വിചാരിച്ചു ഉറങ്ങിപ്പോയെന്ന്. അതെ ഞാൻ നിന്നെ കുറെ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം. ആ വെയിറ്റ് ചെയ്യുന്നതിന് ഇടയിൽ ഞാനൊന്ന് ഉറങ്ങിപ്പോയിരുന്നു. അപ്പോഴേ ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മളപ്പോ പാരീസിലായിരുന്നു. അവിടെ ഒരു ടവറിന് മുന്നിൽ നമ്മൾ ഇരുന്ന് ഡാൻസ് കളിക്കുക. എന്തൊരു റൊമാൻസ് ആയിരുന്നു. റൊമാൻസ് അവിടെ മാത്രം പോരല്ലോ. പെട്ടെന്ന് ഞാൻ ആ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നതേ ഭാഗ്യായി, അല്ലെങ്കിൽ ഇന്നത്തെ രാത്രി അങ്ങ് പോയി കിട്ടിയാനേ എന്നൊക്കെ പറയുമ്പോ നമ്മുടെ ശ്രുതി ചോദിക്കും, ശ്രുതിക്ക് ഉറക്കമൊന്നും വരുന്നില്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാൻ അപ്പുറത്ത് കാണുമെന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് എണീക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അവിടെ പിടിച്ചു വെക്കാട്ടോ. എന്നിട്ട് പറയും, അതെ ഈ പാല് കുടിക്കുക, അച്ചമ്മയുടെ ഓഫർ നമുക്ക് തന്നെ തുണയ്ക്കണേന്ന് പറഞ്ഞിട്ടാവണം ഈ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയും ഒക്കെ ആ പാല് കുടിക്കാണ് കേട്ടോ. ശ്രുതി കുടിച്ചേം പാട് ഇങ്ങനെ കോട്ടുവായ ഇടുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രുതി ചോദിക്കും, ശ്രുതി നീ എന്തിനാ കോട്ടുവായ ഇടുന്നേ? അതെ ശ്രുതി എന്താണെന്നറിയില്ല, ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി അങ്ങ് ഉറങ്ങി പോവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ കിടക്കുകയാണ് കേട്ടോ അവര്. അതേസമയം നമ്മുടെ സച്ചിയും രേവതി ആണെങ്കിൽ പാട്ടോട് പാട്ടാണേ. സച്ചിയുടെ ഊഴാവുമ്പോ നിലാവിന്റെ നീലഭസ്മ എന്നുള്ള ആ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രേവതി പറയുന്നുണ്ട്, മതി സച്ചിയേട്ടാ നമുക്ക് കിടക്കാന്ന്, എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാൻ ഒന്നും കൂടെ പാടട്ടെ എന്നൊക്കെ പറയുമ്പോ നമ്മുടെ രേവതി പറയും, അയ്യോ എല്ലാരും ഇറങ്ങി വരും. ആരും ഇറങ്ങി വരാൻ പോകുന്നില്ല, എല്ലാരും ഗാഠനിദ്രയിലാണ്. എങ്കിലും വേണ്ട സച്ചിയേട്ടാ ഇനി നമുക്ക് കിടക്കാന്ന് പറയുമ്പോൾ അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആരും എണീക്കാത്തത് കൊണ്ട് തന്നെ വന്ന് നോക്കുകയാണ് കേട്ടോ. എടാ ശ്രുതി എന്നൊക്കെ വിളിച്ചിട്ട് വാതിൽ തട്ടലാണ്. പക്ഷെ വാതിൽ തുറക്കുന്നില്ല കേട്ടോ. ഇവന് ഷോറൂം തുറക്കാനുള്ളതല്ലേ, ഇവരെന്താ വാതിൽ തുറക്കാത്തേന്ന് പറഞ്ഞിട്ട് ഭയങ്കര തട്ടലാണ്. അങ്ങനെ ശ്രുതി വന്ന് വാതിൽ തുറക്കുന്നു. നീ എന്താ വാതിൽ തുറക്കാ ഇത്ര വൈകിയേ? ഞാനാകെ പേടിച്ചു പോയല്ലോ. നിങ്ങൾ എന്താ ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നോ? വല്ല സിനിമയും കണ്ട് കിടക്കുകയായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഇവനെന്താ ഞാൻ എത്ര അലറി വിളിച്ചിട്ട് എണീക്കാത്തെ, കുംഭകർണം പോലും തോറ്റു പോവല്ലോ എന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ വിളിക്കുന്ന നേരത്ത് നമ്മുടെ ശ്രുതി പറയും, അവൻ എണീക്കാനൊന്നും പോകുന്നില്ല, പാല് കൂടുതൽ കുടിച്ചത് അവനല്ലേ എന്ന്. അപ്പൊ ചന്ദ്ര ചോദിക്കും, നീ എന്താടി പിറുപിറുക്കുന്നതെന്ന്. ഒന്നുമില്ല ആൻറ്റി എന്ന് പറഞ്ഞിട്ട് സുധി എന്ന് വിളിച്ചിട്ട് നമ്മുടെ ശ്രുതിയും
ശ്രുതിയെ ഉണർത്താൻ വേണ്ടി നോക്കുന്നു. അപ്പോൾ ശ്രുതി പറയും കുറച്ചും കൂടി ഉറങ്ങട്ടമ്മേ, എന്നെ വിളിക്കില്ലെന്ന് പറയും. നിനക്ക് ഷോറൂമിൽ പോകണ്ടേന്ന് ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് വയ്യാ എന്ന് പറയാണ്. അപ്പോഴായിരിക്കും കേട്ടോ ചന്ദ്ര മുല്ലപ്പൂമാല കാണുന്നത്. ഇതെന്താ മുല്ലപ്പൂമാലയോ എന്നും പറഞ്ഞ് പെട്ടെന്നാവും ചന്ദ്രയ്ക്ക് ഓടുന്നത്. ഓ എനിക്ക് മനസ്സിലായി, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ലേറ്റ് ആയതല്ലേ, അച്ഛമ്മയുടെ ഓഫർ നിങ്ങൾ മറന്നിട്ടില്ല അല്ലേ. എനിക്ക് ഏതായാലും സന്തോഷമായി മക്കളെ, എന്ന് വെച്ച് നിങ്ങൾ എല്ലാ ദിവസവും ലേറ്റായി എണീക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴും നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്, പാല് കുടിച്ചത് മാത്രം ഓർമ്മ ഉണ്ട് എന്ന് പറയണേ. അപ്പോഴേക്കും ശ്രുതി അടുക്കളയിലേക്ക് പോവാണ്. എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയും, ഇനി അടുക്കളയിൽ കയറിയാൽ ഞാൻ മൂക്കിടിച്ച് ചമ്മന്തിയാക്കും, ഒരു പാലും മുല്ലപ്പൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോവാണ് കേട്ടോ. ആ സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്, അവളെന്താ അങ്ങനെ പറഞ്ഞേ. ഓ ആഗ്രഹമൊക്കെ കൊടുത്തിട്ട് ഞാൻ കിടന്നുറങ്ങിയില്ല അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.